നമസ്കാരം. കേരളത്തിലെ കുടിയന്മാർക്ക് സന്തോഷിക്കാൻ ഒരു വാർത്ത എന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ അത് നിറഞ്ഞത്. മദ്യവുമായി ബാർ നിങ്ങളെ തേടി വരും എന്ന്, സർക്കാർ സഞ്ചരിക്കുന്ന ബാർ ആരംഭിച്ചു എന്ന്. അതിന് പിന്നിൽ ഒരു കാരണവുമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നയം, സർക്കാരിൻ്റെ മദ്യനയം. തെരഞ്ഞെടുപ്പ് കാലങ്ങളിലാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചർച്ചയുണ്ടാകുന്നത്. സ്വാഭാവികമായും ഇപ്പോഴത്തെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ പിണറായി സർക്കാർ സഞ്ചരിക്കുന്ന ബാർ ആരംഭിച്ചു എന്ന രീതിയിലാണ് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കിടന്നങ്ങ് പ്രചരിക്കുന്നത്. പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വാഹനത്തിൽ മദ്യക്കുപ്പികൾ വച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും. വാഹനത്തിന്റെ നമ്പർ KL01 ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ സംഭവം വെറുതെയല്ല എന്നും മനസ്സിലാക്കാം. എല്ലാത്തിനും പുറമെ ഒരു സഞ്ചരിക്കുന്ന ബാർ പുറത്തിറക്കി ലോകത്താദ്യമായി കേരള സർക്കാർ മാതൃകയായി എന്ന വോയിസ് ഓവർ. എൻ്റെ വോട്ട് മൂന്നാം പിണറായി സർക്കാരിന്, അറിഞ്ഞില്ല കണ്ടില്ല എന്ന് പറയരുത്, കേരളത്തിലെ കുടിയന്മാരുടെ നീറുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം, സർക്കാർ ജനങ്ങളോടൊപ്പം, കുടിയന്മാർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് ആരാണ് പറഞ്ഞത്, സഞ്ചരിക്കുന്ന ബാർ നിലവിൽ വന്നു എന്ന രീതിയിലുള്ള തലക്കെട്ടോടുകൂടിയായിരുന്നു ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. ഇത് യഥാർത്ഥത്തിൽ സത്യമാണോ? ഈ പ്രചരിക്കുന്ന വീഡിയോയിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? പരിശോധിക്കാം. ഈ വൈറൽ വീഡിയോയുമായി ബന്ധപ്പെടുത്തി കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ ഇപ്പോഴുള്ള സംഭവമല്ല എന്ന് ഇതിലൂടെ മനസ്സിലാവുകയായിരുന്നു ആദ്യമേ തന്നെ. 2023 ഒരു സ്വകാര്യ വ്യക്തി അനധികൃതമായി നിർമ്മിച്ച സഞ്ചരിക്കുന്ന ബാറാണ് ഇത്. കേരള സർക്കാരിൻ്റെ സഞ്ചരിക്കുന്ന ബാറല്ല. ഈ വീഡിയോയിൽ പറഞ്ഞത് കേരള സർക്കാരിൻ്റെ സഞ്ചരിക്കുന്ന ബാർ എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട, ഈ വകുപ്പുമായി ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരെ നമ്മൾ സമീപിക്കുകയുണ്ടായി. അവരിൽ നിന്ന് അറിഞ്ഞത് പ്രകാരം ഇത്തരത്തിൽ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോലും നടന്നിട്ടില്ല എന്നാണ്. ഈ വീഡിയോ ഭാഗം സ്ക്രീൻഷോട്ട് ചെയ്ത ഗൂഗിൾ ലെൻസ് വഴി അപ്ലോഡ് ചെയ്തുള്ള പരിശോധനയായിരുന്നു അടുത്ത ഘട്ടത്തിൽ നമ്മൾ ചെയ്തത്. ഒപ്പം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കീവേഡുകളും നൽകി. തുടർന്ന് 2023 ഏപ്രിൽ 28 മനോരമ ന്യൂസ് പ്രസിദ്ധീകരിച്ച വാർത്ത ലഭ്യമാവുകയായിരുന്നു. സമാനമായ ഒരു ഫോട്ടോയും അതിൽ നിന്ന് കണ്ടെത്തി. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ചിത്രം അതാണ്. ലോറിയിൽ സഞ്ചരിക്കുന്ന ബാർ, യുവാവ് എക്സൈസ് പിടിയിൽ എന്ന തലക്കെട്ടോടെയാണ് മനോരമയിൽ ഈ ഒരു വാർത്ത വന്നത്. ആ വാർത്തയിലാണ് യാഥാർത്ഥ്യവും ഒളിഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്താണ് ബാർ പോലെ തയ്യാറാക്കിയ വാഹനവും അതിൽ സൂക്ഷിച്ചിരുന്ന മദ്യവും വാഹന ഉടമയെയും എക്സൈസ് പിടികൂടിയത്. പാർട്ടികൾക്കും മറ്റും സഞ്ചരിക്കുന്ന ലോറിയിലെത്തി മദ്യം വിൽപ്പന നടത്തുമെന്ന് പരസ്യം നൽകിയതിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ടും ഇതൊരുക്കിയ ആളെ വീണ്ടും വലിച്ചിഴച്ച ചർച്ചകളിൽ ഏർപ്പെടുത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ടും ആളുടെ പേര് തൽക്കാലം പറയുന്നില്ല. തിരുവനന്തപുരം കുമാരപുരം സ്വദേശിയെയാണ് അന്ന് എക്സൈസ് പിടികൂടിയത്. 10 ലിറ്റർ വിദേശ മദ്യവും 38 ലിറ്റർ ബിയറുമാണ് തട്ടുകട പോലെ തയ്യാറാക്കിയ വാഹനത്തിൽ നിന്നും എക്സൈസ് കണ്ടെത്തിയതെന്നാണ് മനോരമ ന്യൂസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഏഷ്യനെറ്റ് ന്യൂസും 2023 ഏപ്രിൽ 29 ഇതേ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിടിയിലായ ആള് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹനവുമായി നഗരത്തിൽ കറങ്ങി അനധികൃതമായി കോക്ടെയിൽ മദ്യമുണ്ടാക്കി വിൽപ്പന നടത്തി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മദ്യവിൽപ്പന നടത്തുന്ന ചിത്രങ്ങളും വീഡിയോയും സഹിതം തിരുവനന്തപുരം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് വാട്സപ്പിൽ പരാതി ലഭിച്ചതോടെയാണ് നടപടിയെടുത്തതെന്നും ഏഷ്യനെറ്റ് ന്യൂസിൽ പറയുന്നുണ്ട്.